चुनावों से पहले चिट्ठियों वाली सियासत भी शुरू हो गई है। ऑल इंडिया मुस्लिम पर्सनल लॉ बोर्ड के प्रवक्ता की तरफ से राहुल गांधी को, कांग्रेस के पूर्व अध्यक्ष राहुल गांधी को एक चिट्ठी लिखी गई है जिसमें उन्होंने तमाम बातों का जिक्र किया है। मौलाना खलीलुर रहमान सज्जाद नोमानी ने राहुल गांधी को लिखी चिट्ठी में कहा है कि आपने अपने अनगिनत भाषणों में शायद ही कभी मुसलमान शब्द का जिक्र किया हो। मौलाना नोमानी ने राहुल से निवेदन करते हुए लिखा है कि आप अल्पसंख्यक समुदाय पर नए सिरे से गौर करें। राहुल गांधी को यह भी कहा है कि आप देखेंगे कि मुसलमान न केवल मौखिक रूप से सकारात्मक शक्तियों का समर्थन करते हैं, बल्कि देश के समग्र विकास के लिए आपके साथ सहयोग करने में काफी हद तक वो जा सकते हैं। और आज ही राहुल गांधी ने वायनाड से भी अपना नामांकन भर दिया। इसके साथ ही जो बैंड संगठन पीएफआई है उसका राजनीतिक विंग है सीपीआई, उसने राहुल गांधी को समर्थन का ऐलान कर दिया। भारतीय जनता पार्टी इस मुद्दे पर राहुल गांधी को घेर रही है और कांग्रेस की तरफ से यह कहा जा रहा है कि उन्होंने किसी से समर्थन की मांग नहीं की। കേരളത്തിൽ ഈ ഒരു ദേശീയ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നമുക്കറിയാം മതനിരപേക്ഷ പക്ഷത്തെ രണ്ട് മുന്നണികളാണുള്ളത്. രണ്ട് മുന്നണികളും ഞങ്ങളിപ്പോൾ ദേശീയ തലത്തിന്റെ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ പശ്ചിമ ബംഗാളിൽ കോൺഗ്രസും സിപിഎം ഒരുമിച്ച് മത്സരിക്കുകയാണ്. രാജസ്ഥാനിൽ കോൺഗ്രസും സിപിഎം ഒരുമിച്ച് മത്സരിക്കുന്നു. എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ വ്യാപകമായി അത്തരമൊരു മത്സരം ഒരുമിച്ച് നടക്കുന്നുവെന്ന് പറഞ്ഞാൽ ദേശീയ തലത്തിൽ ബിജെപി വിരുദ്ധമായൊരു ചേരി ശക്തിപ്പെടണമെന്ന രാഷ്ട്രീയ നിലപാടിന്റെ പേരിൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്തരമൊരു പൊതുബോധം വളർന്നു വരുന്ന പശ്ചാത്തലത്തിൽ കേരളത്തിൽ ദേശീയ തലത്തിൽ ബിജെപി വിരുദ്ധ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് നയിക്കുന്ന കേരളത്തിന്റെ യുഡിഎഫ് സംവിധാനത്തെ ഈ തെരഞ്ഞെടുപ്പിൽ സപ്പോർട്ട് ചെയ്യാനാണ് പാർട്ടിയുടെ സംസ്ഥാന ഘടകം തീരുമാനിച്ചിട്ടുള്ളത്. मुझे इसमें कोई आश्चर्य नहीं है। कांग्रेस सालों से सांप्रदायिक पार्टियों को और वोट बैंक की पॉलिटिक्स को कर रही है। एसडीपीआई का समर्थन कांग्रेस लेती है, अगर लेती है तो यही बताता है कि कांग्रेस देश को तोड़ने का काम कर रही है। അല്ലല്ല, ഞാൻ പറയട്ടെ, ഞങ്ങൾ അവരുമായിട്ട് ഒരു ധാരണയും ഇല്ല. ഞങ്ങൾ അവരുമായിട്ട് സംസാരിച്ചിട്ടില്ല. ഞങ്ങൾ അവരുടെ പിന്തുണ ആവശ്യപ്പെട്ടിട്ടില്ല. അവര് പല ആളുകളും വന്ന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ്, പല കക്ഷികളും പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങള് ആളുകൾ ഇൻഡിവിജ്വലായിട്ടാണ് വോട്ട് ചെയ്യണത്, അവരവരുടെ ഇഷ്ടപ്രകാരം. രഹസ്യ വോട്ടാണ്, ഇഷ്ടമുള്ളവർ വോട്ട് ചെയ്യട്ടെ. പിന്നെ അവര് പറഞ്ഞു കോൺഗ്രസ് മതേതര കക്ഷിയാണ്, ഫാസിസത്തെ നേരിടാൻ കോൺഗ്രസിന് മാത്രമേ പറ്റുള്ളൂ, കോൺഗ്രസ് ഇല്ലെങ്കിൽ മതേതര ശക്തികൾ പരാജയപ്പെടും. അപ്പൊ കോൺഗ്രസ് മതേതര ശക്തി അല്ലാന്ന് ഞങ്ങൾ പറയണം. കോൺഗ്രസ് ഞങ്ങൾ അങ്ങനെ പറയണം. അത് അങ്ങനെ എല്ലാവരും പറയുന്നുണ്ടെന്ന്, നാട്ടില് എല്ലാവരും പറയുന്നുണ്ട്. കോൺഗ്രസിനെ നേരിടാൻ ഫാസിസ്റ്റ് ശക്തികളെ നേരിടാൻ കോൺഗ്രസിന് മാത്രമേ കഴിയുകയുള്ളൂ ദേശീയ തലത്തിൽ. അല്ലാതെ കേരളത്തിൽ 15ഉം തമിഴ്നാട്ടിൽ 2ഉം രാജസ്ഥാനിൽ 1 സീറ്റിലും മത്സരിക്കുന്ന സിപിഎമ്മിന് പറ്റുമോ? പറ്റില്ല. അതാണ്